ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പെണ്ണിന്റെ മനസ്സെന്താണെന്ന് രാജുന് അറിയില്ല. ഞാൻ രാജുവിനെ സ്നേഹിച്ചത് ഒരു വലിയ തെറ്റായിട്ട് രാജു കരുതുന്ന. അയ്യോ അല്ല മാഡം, എന്റെ ലൈഫ് തകർന്നു. അതാവസ്ഥ. രാജു രമ്യയെ കല്യാണം കഴിക്കാത്തതിന്റെ വൈരാഗ്യം മുഴുവൻ ഹരീഷ് ഇങ്ങനെ തീർക്ക. അവന്റെ വൈരാഗ്യമൊക്കെ അവന്റെ കയ്യിലിരിക്കട്ടെ. അതൊന്നും നമ്മുടെ അടുത്ത് ചെലവാക്കാൻ നോക്കണ്ട. നമ്മുടെ മോളെ കാണാനുള്ള അവകാശം നിഷേധിക്കാൻ വന്ന അങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റില്ലല്ലോ. ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? ഇലയെന്ന് മുള്ളെ വീണാലും മുള്ളിയെന്ന് ഇല വീണാലും മുറിയുന്നത് ഇലയ്ക്ക. പഴമൊഴി പറഞ്ഞു മടുത്തതാണെങ്കിലും സംഗതി സത്യമല്ലേ? ആ ഹരീഷ് ഇത്തിരി മുഷിയുമായിരിക്കും. പക്ഷെ പറയാനുള്ള കാര്യം നമുക്ക് പറഞ്ഞേ പറ്റൂ. നാട്ടുനടപ്പനുസരിച്ച് ശ്രീമോളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേ ഒക്കൂ. ശരി, നമുക്ക് നോക്കാം. ഈ പിള്ളേർ എന്താ വേണമായിട്ട് ഇത്രയും താമസിക്കുന്നേ? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. നേരം മൂവന്തി കഴിഞ്ഞു, ഇനിയെങ്കിലും ഒന്ന് വിളിക്കേ. മാഡം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മാഡം. മാഡം വണ്ടി കയറി മാഡം. ഈ ആളുകളെ തെറ്റിദ്ധരിക്കും. ഞാൻ മാഡത്തെ ശല്യം ചെയ്യുന്ന പോവാനാണെന്ന് സംശയിക്കും. മാഡം പ്ലീസ് മാഡം. മാഡം മാഡം അച്ഛനാ വിളിക്കുന്നത്. അച്ഛൻ. ആ ഹലോ അച്ഛാ. നിങ്ങളിത് എവിടെയാ? എന്തെത്ര താമസിക്കണേ? അച്ഛാ അതെ, ഞാനും മാഡം കൂടി വെറുതെ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ബീച്ച് വരെ വന്നതാ. ആണോ? നല്ല കാര്യം. എടിയ ഒരു ബീച്ചിലാന്ന്. ആ എന്നാ ഇനി താമസിക്കണ്ട. കാറ്റുമഴയൊക്കെ വരുന്നുണ്ട്. ബാഗ് ഇടുവാ. ആ ശരി അച്ഛാ. ഞങ്ങളൊരു 10 മിനിറ്റിൽ അവിടെ വീട്ടിലെത്തും അച്ഛാ. ആ ശരി അച്ഛാ. ശരി എന്നാ. വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്ക്? നമ്മള് നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പൊ ഞാൻ പോകുന്നത് എന്റെ വീട്ടിലേക്ക്. എന്നെ വേണ്ട താളിനോടൊപ്പം ഞാൻ എന്തിനു ജീവിക്കണം? അയ്യോ മാഡം, എന്നെ ഒരു ഭാര്യയായിട്ട് സ്വീകരിക്കാത്ത ആളും ഞാനും തമ്മിൽ എന്തിനങ്ങനെ ഒരു ബന്ധം? അയ്യോ മാഡം, മാഡം ഇങ്ങനെ ഹൃദയത്തെ കുത്തി നോച്ച് സംസാരിക്കല്ലേ. ഞാൻ മാഡത്തെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയല്ലേ. അതെനിക്ക് തീരാ വേദനയാ. എനിക്ക് ഒന്നും കേൾക്കണ്ട രാജു. മാഡം കേൾക്കണം. മാഡത്തോട് അല്പം ദേഷ്യപ്പെട്ട് പോലും സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അന്ന് നമ്മുടെ കല്യാണം നടന്ന സമയത്തെ സാഹചര്യം മാഡത്തിനും കൂടി അറിയാവുന്നതല്ലേ. ആ രമ്യയും അവളുടെ വീട്ടുകാരും എന്റെ അമ്മയും എല്ലാരും ചേർന്ന് എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയം എന്റെ മനസ്സ് തന്നെ എന്റെ പരിധിയിലായിരുന്നില്ല മാഡം. മാഡം ഈശ്വര, മാഡത്തോട് ഒന്നും തുറന്നു പറയേണ്ടിയിരുന്നില്ല. ദൈവമേ, ഞാനിത് എങ്ങനെ പരിഹരിക്കും? മാഡം, മാഡം ഈ കുഞ്ഞുങ്ങൾ എന്താ ദൈവമേ ഇത്രയും താമസിക്കുന്നത്? എന്താടി ഇത്? അവര് 1.5-2 വയസ്സുള്ള പിള്ളേരൊന്നുമല്ല, മുതിർന്ന കുട്ടികളാ. നല്ല ലോകവിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാ. അവരിങ്ങ് വരും. പിന്നെ നമ്മള് മാതാപിതാക്കള് എല്ലാ മാതാപിതാക്കളെയും പോലെ മനസ്സിലെ ഉത്കണ്ഠയും വേവലാതിയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു സൈക്കിള് പോലെയല്ലേടി. ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും നിന്റെ കണ്ണു വഴിയിലും മനസ്സു മക്കളിലുമാ. അതാടി അമ്മ. ദേ വേണുട്ടാ, നോക്ക്. ബൈക്കിന് എന്ത് പറ്റിയിടാ? അത് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ അച്ഛാ. അല്ലച്ചാ, പ്രിയേച്ചിയും അളിയന്റെ അമ്മയൊക്കെ എവിടെ? അവര് 3 പേരോട് അമ്പലത്തില് ഭജനയ്ക്ക് പോയിരിക്കുക. നീ പിള്ളേർക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കടി. ചെല്ല്.
ഇവര് തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാഡം വരുമ്പോ ചിലതൊക്കെ തുറന്ന് സംസാരിക്കണം. ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്തതാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. മാഡത്തിന്റെ അമ്മയുടെ വാക്ക് കേട്ട് തന്നെയാ ഞാൻ മാഡത്തെ കല്യാണം കഴിച്ചത്. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിൽ നിറയെ പ്രതിക മേഡമാ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മാഡത്തെ തന്നെയാ. എനിക്ക് മാഡം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മാഡം എന്നോട് പിണങ്ങുമ്പോ എനിക്കുണ്ടാവുന്ന മാനസിക വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും മാഡം വരുമ്പോ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയണം. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടൂ. മാഡം എത്ര സുന്ദരിയാ. എല്ലാം തുറന്ന് പറയാം. ഭഗവാനെ കൂടെ നിന്നോളെ. മാഡം, ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ രാജു എന്നോട് ചെയ്തത്. എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ രാജു മുറിവേൽപ്പിച്ചു. മാഡം, താലി കെട്ടിയ പെണ്ണിനെ രാജു മനഃപൂർവ്വം അവഗണിച്ചു. മാഡം, ഒരു പെണ്ണിന്റെ മനസ്സെന്താണെന്ന് രാജുനറിയില്ല. ഞാൻ രാജുവിനെ സ്നേഹിച്ചത് ഒരു വലിയ തെറ്റായിട്ട് രാജു കരുതുന്ന. അയ്യോ അല്ല മാഡം, എന്റെ ലൈഫ് തകർന്നു. അത് ഞാൻ തന്നെ നശിപ്പിച്ചു. എനിക്കൊരല്പ സമാധാനം വേണം. പുറത്തെങ്ങാനും പോയിരിക്കാം. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ടായേ. അതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല.